ഇന്ത്യൻ നേവിയിലേക്ക് പരീക്ഷയില്ലാതെ ഒരു ജോലി വിളിക്കാൻ പോകുന്നത്, പരീക്ഷയില്ലാതെ ഇന്ത്യൻ നേവിയിലേക്ക് ഒരു അവസരം വിളിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 4 വർഷത്തേക്കുള്ള ഒരു ജോലിയല്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഷോർട്ട് സർവീസ് കമ്മീഷനാണ്. പുതിയൊരു അവസരം ഇന്ത്യൻ നേവിയിൽ സ്ഥിര ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരമാണ് നിങ്ങൾക്കിപ്പോൾ വന്നിട്ടുള്ളത്. 10 വർഷം സർവീസ് ചെയ്യാം. അതിനുശേഷം ആവശ്യമാണെങ്കിൽ അവിടുത്തെ സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് 4 വർഷം എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. ഏകദേശം 14 വർഷങ്ങളൊക്കെ സർവീസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണിത്. അതുപോലെ തന്നെ നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. ഇന്ത്യൻ നേവിയുടെ ഓഫീസർ റാങ്കിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്ക് അപേക്ഷ തുടങ്ങാൻ പോകുന്ന കാര്യം ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്. 16 മെയ് 2026 മുതൽ അപേക്ഷ തുടങ്ങിയിരിക്കുകയാണ്. 1 ജൂൺ വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ഏഴിമല, നമ്മുടെ കണ്ണൂരുള്ള ഏഴിമല നാവൽ അക്കാഡമിയിലായിരിക്കും നിങ്ങൾക്ക് ഇനിഷ്യൽ സ്റ്റേജ് പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ലഭിക്കുക. അവിടെയായിരിക്കും നിങ്ങൾ ആദ്യം ഉണ്ടാകുക. അവിടെ നിങ്ങൾക്ക് നേവിൻ്റെ ട്രെയിനിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം അവിടെ നിന്നായിരിക്കും ലഭിക്കുക എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും SSC എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ ടെക്നോളജി ബ്രാഞ്ചിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപേക്ഷിക്കാനുള്ള പ്രായം എന്ന് പറയുന്നത് 1 ജാൻ 2002 അതുപോലെ 1 ജൂലൈ 2007 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കാനുള്ള യോഗ്യത 60% മാർക്ക് ഇംഗ്ലീഷിൽ 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ +2ലോ ഏതെങ്കിലും ഒന്നിലും മതി കേട്ടോ, ശ്രദ്ധിക്കുക. അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇനി പറയാൻ പോകുന്ന ഡിഗ്രിയിൽ 60% മാർക്കോട് കൂടിയുള്ള പാസ്സായിരിക്കണം എന്നും കൂടി ശ്രദ്ധിക്കുക. അത് MSc അല്ലെ BE BTech അല്ലെങ്കിൽ MTech, അത് കമ്പ്യൂട്ടർ സയൻസിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സിസ്റ്റം, സൈബർ സെക്യൂരിറ്റി, സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ്, കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ ഡാറ്റ അനലിറ്റിക്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി ഈ പറഞ്ഞ യോഗ്യത എല്ലാന്നാണെങ്കിൽ നേരത്തെ പറഞ്ഞ 10ൻ്റെ കൂടെ, അതായത് 10 +2ൻ്റെ കൂടെ 60% മാർക്ക് ഇംഗ്ലീഷിലുണ്ടെങ്കിൽ MCA വിത്ത് BCA അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജിയിലൊക്കെ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കും. 15 ഒഴിവുകളാണ് മൊത്തത്തിൽ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ സാധിക്കും. അപേക്ഷ തുടങ്ങിയിരിക്കുകയാണ്. 1 ജൂൺ 2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ കൊടുക്കാം, അതിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് SSB ഇൻ്റർവ്യൂ ഉണ്ടാവും. ആ ഇൻ്റർവ്യൂ ക്വാളിഫൈ ചെയ്യുന്നവർക്ക്, SSB ഇൻ്റർവ്യൂ ക്വാളിഫൈ ചെയ്യുന്നവർക്കായിരിക്കും ഈ ഒരു ലിസ്റ്റിൽ ഇടം നേടാനും ജോലി നേടാനുള്ള അവസരം ഉണ്ടാകുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. SSB ഇൻ്റർവ്യൂ പറയാൻ എളുപ്പമാണെങ്കിലും കുറച്ചധികം ഡിഫിക്കൽട്ടാണ് അത് കടമ്പ പാസ്സാകുക എന്നുള്ളത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പരിശ്രമം ഉണ്ടെങ്കിൽ പാസ്സായി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. എക്സാമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ തുടക്കത്തിൽ നിങ്ങൾക്ക് ട്രെയിനിങ് പീരീഡ് 56,100 രൂപ ശമ്പളം പോലെ സ്റ്റൈപ്പൻഡ് പോലെ ഉണ്ടാകും. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ബാക്കിയുള്ള അലവൻസും കാര്യങ്ങളും എല്ലാം കൂടി ഉണ്ടാകും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.